എല്ലാ വേദികളിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഒരുപാട് കാലം ഒരുപാട് പാർട്ടികൾ നാം പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഈ പാർട്ടികൾക്കെല്ലാം കൊടുത്തു. അവസാനം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ 75 വർഷം പിന്നിടുമ്പോൾ ആകെ പ്രശ്നമാണ്. രാജ്യത്ത് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഭീതിയാണ്, അക്രമമാണ്, അനീതിയാണ്, വിലക്കയറ്റമാണ്, വംശീയ കലാപങ്ങളാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങളാണ്, കോടതി പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയത പറയുന്ന ഭരണകൂടത്തിന് ഒത്താശ ചെയ്യുന്ന എല്ലാം ആവലാതി പറയുന്നവരെ ഇന്നും തുടരുകയാണ്. ഈ 75 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികരൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തത് കൊണ്ടല്ല, മറിച്ച് ഈ രാജ്യത്ത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് അവർക്ക് തടസ്സം നിന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞില്ല. കോൺഗ്രസുകാര് പറഞ്ഞു ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാർക്സിസ്റ്റുകളും സാധ്യമാകുന്നിടത്ത് പറഞ്ഞു, ഇടയ്ക്ക് സോഷ്യലിസ്റ്റുകൾ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. എന്നാൽ 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രശ്നം രൂക്ഷമായി. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ആളുകൾ പോലും ഫാക്ട് കാർമ്മികത്വം വയ്ക്കുന്ന കർമ്മികളായി മാറി. കൂടുതൽ നീതി നിഷേധത്തിന്റെ സാമൂഹ്യ സ്ഥിതി രൂപപ്പെട്ടു. അങ്ങനെ ഭയാശങ്കയുടെ മൂർധന്യതയിലേക്ക്, നീതി നിഷേധത്തിന്റെ മൂർധന്യതയിലേക്ക്, അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3/4 നൂറ്റാണ്ട്, അതിൽ 50 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും കൈകഴുകുകയാണ്. ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ 3/4 നൂറ്റാണ്ട് മുമ്പ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷം തദ്ദേശ നിവാസികളായ ആളുകൾ ഇത്തരം ബ്രാഹ്മണിക്കൽ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന് കാവൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് ഈ ദുരന്തം വരില്ലായിരുന്നുവെന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനിയും അതിന് വിലാപമല്ല പരിഹാരം. നാളിനി വരെ സാധ്യമായിട്ടില്ലെങ്കിൽ അതിനെ നാം തിരുത്തിക്കുറിക്കുകയാണ് നമുക്ക് സാധ്യമാകും. രാജ്യത്ത് വ്യാപകമായി അതിന്റെ ഗ്രാമങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്തിൽ പ്രാതിനിധ്യമുള്ള വിഭവങ്ങൾ അഥവാ കുറവെന്ന് പറയുമ്പോഴും ഉള്ളത് ഉപയോഗപ്പെടുത്തി വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നമായ രാഷ്ട്രീയ ആശയമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി രാജ്യവ്യാപകമായി 1.5 പതിറ്റാണ്ടായി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാം ചെയ്യേണ്ടത് ഈ പാർട്ടിക്ക് വേണ്ടി സർവ്വ വിഭവങ്ങൾ മാറ്റിവെച്ച് ദീർഘകാല പദ്ധതിയോടെ ഈ പ്രസ്ഥാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു മതവിഭാഗത്തിന്റെ പാർട്ടിയല്ല, മതനിരപേക്ഷതയുടെ പാർട്ടിയാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മുഴുവൻ മൂല്യങ്ങൾക്കും വിധേയമായ പാർട്ടിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക. ജനാധിപത്യ സമൂഹത്തിൽ അതിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു പ്രവർത്തനമില്ല. അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനില്ല. അതിനേക്കാൾ മഹത്വമുള്ള ഒരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കാനില്ല. ഇന്നിന്റെ സർവ്വ ക്രൂരതകളെയും അതിജീവിച്ചുകൊണ്ട് നന്മയുടെ നാളുകളെ അഥവാ ജനാധിപത്യത്തിന്റെ നാളുകളെ ഈ രാജ്യത്ത് ജനാധിപത്യ താൽപര്യങ്ങളെ പുനഃസൃഷ്ടിക്കാൻ സാധ്യമാകണമെങ്കിൽ നാം കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറുക. അത് സാമ്പ്രദായികമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാജ്യത്തിന്റെ ശരികളെ തിരിച്ചറിഞ്ഞ്, ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ്, മതവർഗീയതയ്ക്കപ്പുറത്ത് മാനവികത മുന്നോട്ട് വെക്കുന്ന നിർഭയത്വത്തിന്റെ, ഭരണഘടനയുടെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, ഒരുമയുടെ, നിശ്ചയദാർഢ്യത്തിന്റെ, ശുഭപ്രതീക്ഷയുടെ ഈ ഒരു രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നെഞ്ചിലേറ്റി നമുക്ക് തീരുമാനിക്കാം. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഭയപ്പാടില്ലാത്ത നീതിയുടെയും സുരക്ഷിതത്വത്തിന്റെയും വിഭവങ്ങൾ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള സന്തോഷത്തിന്റെ ഒരു രാജ്യത്ത് നമ്മുടെ തലമുറ ജീവിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.